ഡിങ്കോയിസ്റ്റുകളും ഡിങ്കോയിസവും അവകാശപ്പെടുന്നത് ഏകദൈവം ഡിങ്കനാണെന്നാണ്. മറ്റു മതങ്ങൾക്ക് ദൈവങ്ങളില്ല എന്ന്. അത്തരമൊരു രീതിയിൽ എല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്നതിന് ഈ ഡിങ്ക ഭഗവാന് സാധിക്കുന്നുണ്ടോ? അത് ചെറിയൊരു തർക്ക വിഷയമാണ്. അതെ, ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ഡിങ്ക ഭഗവാനെ പോലുള്ള ഒരാൾക്ക് ഡിങ്കനല്ലേ അത് ചെയ്യേണ്ടത്. അതൊരു ചോദിക്കാവുന്ന ഒരു പ്രസക്തമായിട്ട് ചോദ്യമാണ്. കാരണം ഭൂമിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഏകദൈവമാണ് അദ്ദേഹമെങ്കിൽ മറ്റു മതങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ എല്ലാം വേർതിരിച്ച് കൊടുക്കാൻ കുറേ ആളുകളുണ്ട്. ഇപ്പോൾ 33 കോടി ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് 10 പേരെ വെച്ച് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഒരു ദൈവമേ ഉള്ളൂ, ഇപ്പോൾ ഇദ്ദേഹത്തിനെ മുഴുവൻ കാര്യങ്ങൾ നോക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭൂമി എന്ന് പറയുന്നതിനെ മറ്റു മതങ്ങൾ ഭൂമിയെ കാണുന്ന പോലെ ഒരു ഭൂമി നടുക്കിൽ നിൽക്കുന്ന, ഭൂമിയെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു പ്രപഞ്ചമല്ല ഡിങ്കൻ സൃഷ്ടിച്ചിട്ടുള്ളത്. മറ്റ് മറ്റ് മതങ്ങൾ പറയുന്നത് ഭൂമിയും അല്ലെങ്കിൽ ഭൂമിക്ക് മുകളിലൊരു സ്വർഗവും, അന്യഗ്രഹജീവി പോലും മറ്റ് മതങ്ങളിലൊന്നും വരുന്നില്ല. ഡിങ്കൻ മാത്രമാണ് അന്യഗ്രഹജീവികളുമായിട്ട് കൂട്ടുകെട്ടുള്ള ഒരു ദൈവം. അപ്പോൾ ഡിങ്കൻ സൃഷ്ടിച്ച പ്രപഞ്ചം കുറച്ചുകൂടി വലുതാണ്. അത് ഉൾക്കൊള്ളാൻ മറ്റു മതങ്ങൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം ഡിങ്കൻ ഉണ്ടാക്കിയ ഒരു പ്രപഞ്ചത്തിൻ്റെ ഇപ്പോൾ ഹബിൾ ടെലിസ്കോപ്പ് വെച്ച് കാണാൻ പറ്റുന്നത് ആകെയുള്ള പ്രപഞ്ചത്തിൻ്റെ 3-4%. ആ 3-4% തന്നെ കോടാനുകോടി ഗാലക്സികളുണ്ടെന്നാണ് പറയുന്നത്. അതിലൊരു ഗാലക്സി മാത്രമാണ് ആകാശഗംഗ. ഈ ആകാശഗംഗ വളരെ ചെറിയൊരു ഗാലക്സിയാണെന്ന് പറയുന്നത്. ഈ ഗാലക്സിയിൽ തന്നെ 40,000 കോടി നക്ഷത്രങ്ങളോ മറ്റോ ഉണ്ട്. അതിലൊരു നക്ഷത്രം മാത്രമാണ്, അല്ലെങ്കിൽ അതിലൊരു ചെറിയ സിസ്റ്റം മാത്രമാണ് സൂര്യൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രം വരുന്നത്. ഈ സൂര്യൻ എന്ന നക്ഷത്രത്തിന് 1000 മടങ്ങിനും താഴെ വലിപ്പമുള്ള ചെറിയ ഒരു ഗ്രഹമാണ് ഭൂമി. അപ്പോൾ പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ ഈ ഭൂമിയുടെ തന്നെ 1/3 കരയുള്ളൂ. ആ കരയിലാണ് ഈ പറയുന്ന ആളുകൾ തിങ്ങി പറന്നുകൊണ്ടിരിക്കുന്നത്. വെറും 700 കോടിയോ 1000 കോടിയോ അടുത്തുള്ള വരുന്ന കുറച്ച് ആളുകളാണ് അവിടെ ആകെയുള്ളത്. അപ്പോൾ ഈ ഒരു വലിപ്പം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ ആൻഡ്രോമഡ ഗാലക്സിയിലുള്ള സൂപ്പർനോവ സ്ഫോടനങ്ങൾ നിയന്ത്രിക്കുന്നതിനിടയിൽ ഡിങ്കനെ എല്ലാ ദിവസവും ഇങ്ങോട്ട് വന്ന് പോകാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഡിങ്കൻ വിശുദ്ധ പാരമംഗലത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഡിങ്കൻ ബ്രാക്കറ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഈ എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ ഞങ്ങൾ ബ്രാക്കറ്റിൽ ഏതെങ്കിലും ഒരു അക്ഷരം പറയും. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അക്ഷരം മാറ്റണം, അല്ലെങ്കിൽ എനിക്ക് ബോറടിക്കുമെന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ കാ മാറ്റി ഇടയ്ക്ക് പാ പറയും, അല്ലെങ്കിൽ ഇടയ്ക്ക് ചാ പറയും. തൽക്കാലം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ കായെന്ന് പറയാറ്. അപ്പോൾ ഡിങ്കൻ പറഞ്ഞത്, ചീള് കേസുകളൊന്നും എന്നെ വിളിക്കരുത്, വിളിച്ചാൽ വരുന്ന ദൈവമാണ് ഡിങ്കൻ. നിങ്ങളൊരു കാര്യം അറിയുള്ളൂ, നിങ്ങളുടെ കയ്യിൽ 10 ഭക്ഷണം കഴിക്കാൻ പണമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോൾ ഇങ്ങനെ വിളിക്കുന്നു. ഡിങ്കൻ അവിടെ നിന്ന് തിരിച്ചു പോരുന്ന നേരത്ത് അവിടെ ഒരു സൂപ്പർനോവ കൂട്ടിയിടിക്കാൻ, അത് ഒരു കൂട്ടിയിടിയൊക്കെ നടക്കുന്ന നേരത്ത് ആ യാദൃശ്ചികതയാണ് ഇല്ലാതെയാവുന്നത്. അത് കൂട്ടിയിടിച്ച് എന്തൊക്കെയോ സംഭവിക്കാമെന്ന ഒരു യാദൃശ്ചികത ഇല്ലാതെയാവുന്നത് കൂടി അവിടെ ഒരു പ്രപഞ്ചത്തിന് തന്നെ മാറ്റം വരാവുന്നതാണ്. നിങ്ങൾക്കൊരു 10 രൂപ ഇല്ല എന്നുള്ള വിഷയം. അപ്പം അങ്ങനത്തെ ചീള് കേസുകളൊക്കെ നിങ്ങൾ തന്നെ പരിഹരിക്കുക, എന്നെ എല്ലാത്തിലേക്കും വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഡിങ്കൻ വിശുദ്ധ പാരമംഗലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡിങ്കോയിസ്റ്റുകളെ തന്നെ തിരിച്ചറിവുള്ള ആളുകൾക്ക് വേണ്ടി ദൃഷ്ടാന്തങ്ങൾ നിർമ്മിച്ചു വയ്ക്കുകയും പിന്നെ അവർ ഇടയ്ക്ക് ഡിങ്കൻ ഇവിടേക്ക് വരികയും സന്ദർശിച്ചിട്ട് പോവുകയും, അതാണ് ധർമ്മം നശിക്കുമ്പോൾ ഡിങ്കൻ അവതരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഡിങ്കൻ സന്ദർശിച്ചിട്ട് പോകുന്നതിനെ പറ്റി.